10 വർഷം മുൻപുണ്ടായ ബൈക്ക് അപകടത്തിൽ സംസാരശേഷിയും സ്വബോധവും നഷ്ടപ്പെട്ട മകനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ കനിവ് തേടുകയാണ് ഒരുമ്മ. തിരുവനന്തപുരം വെള്ളായണി സ്വദേശി മുഹമ്മദ് ബീവിയാണ് മകൻ സുൽഫിക്കറിനായി സുമനസുകളുടെ സഹായം തേടുന്നത്. അപ്പോൾ ഇതുവരെ ഞങ്ങളെ കൊണ്ടെത്തിച്ചു. ഈ ഉമ്മ കൈകാലുകൾ ബന്ധിച്ചു കിടത്തിയ അവസ്ഥയിൽ മകനെ പരിചരിക്കാൻ തുടങ്ങിയിട്ട് 11 വർഷമാകും. ഓഗസ്റ്റ് 1 തലയ്ക്ക് ഇവിടെ ഒരു പൊട്ടലുണ്ടായി. പക്ഷേ ആ പൊട്ടൽ ബ്രെയിനിലേക്ക് കയറി. അങ്ങനെ ബ്രെയിനിൽ നിന്ന് ബ്ലഡ് ലീക്കായി. അല്ല, ബോഡിക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഗൾഫ് ജീവിതം മതിയാക്കി നാട്ടിലെത്തി ജോലിക്കായി കോയമ്പത്തൂരിലേക്ക് വണ്ടി കയറിയതാണ് സുൽഫിക്കർ. 15-ാം നാൾ ഉമ്മയെ തേടിയെത്തിയത് മകന്റെ അപകട വാർത്തയും. ഇനിയിപ്പോൾ അവന് ഒന്ന് സംസാരിക്കണം, എണീറ്റ് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നടക്കണം. എനിക്കും പ്രായമായി. അപ്പോൾ ഇനി അവനെ ആരെയും ഏൽപ്പിക്കാനോ എടുക്കാനോ ഒന്നും അതിനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിനു മുമ്പായിട്ട് എന്തെങ്കിലും അവനൊരു റിക്കവറായിട്ട് സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപകടത്തിൽ തലച്ചോറിനേറ്റ ക്ഷതം കാരണം സ്വബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് സുൽഫിക്കർ. താമസിച്ചിരുന്ന വീട് വിറ്റും തുച്ഛമായ പെൻഷൻ തുക ഉപയോഗിച്ചും മകനെ ഇത്രനാൾ ചികിത്സിച്ചു. ഇപ്പോൾ താമസിക്കുന്ന വീടും ജപ്തി ഭീഷണിയിലാണ്. കൃത്യമായ ചികിത്സ ലഭ്യമാക്കാനും സാധിക്കുന്നില്ല. നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിലേക്ക് മകനെ തിരിച്ചു കൊണ്ടുവരണം. കൃത്യമായ ചികിത്സ ലഭിച്ചാൽ അത് സാധിക്കുമെന്നാണ് ഈ ഉമ്മയുടെ പ്രതീക്ഷ. അതിനായി ഇനി വേണ്ടത് സുമനസുകളുടെ സഹായഹസ്തങ്ങളാണ്. ക്യാമറമാൻ സിജോ സുധാകരനോടൊപ്പം നിതിൻ തോമസ്, മീഡിയ 1, തിരുവനന്തപുരം.